പാർലമെന്റിനുള്ളിൽ അധിക്ഷേപ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഭരണപക്ഷത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രസംഗത്തിൽ ഇയാൾ ഉപയോഗിച്ചത്. രാഹുൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് കിരൺ റിജിജുവും സഭയിലാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് സ്പീക്കർ ഓം ബിർളയും പറയുകയുണ്ടായി. ഈ പഠിച്ചതേ പാടൂ എന്ന് കേട്ടിട്ടില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും അയാളുടെ വായിൽ നിന്നും വരുന്നത് ഇത്തരത്തിലുള്ള വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം മദ്രാസ് IIT ഡയറക്ടറെ കുറിച്ച് ഇയാളുടെ സഹോദരി പറഞ്ഞത് ഈ രാജ്യം മുഴുവൻ കേട്ട് കാണും. അദ്ദേഹത്തെ ഗോമൂത്ര ഉപജ്ഞാതാവ് എന്നാണ് വിളിച്ചത്. ആ പദവിയെ പോലും ബഹുമാനിക്കാത്ത വ്യക്തിയാണ് ഈ പ്രിയങ്ക ഗാന്ധി എന്നോർക്കണം. കമൽനാഥ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി RVS മണി എന്ന മുൻ ആഭ്യന്തര സെക്രട്ടറിയോട് ഒരു കാര്യം പറഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ മൂത്രം കുടിക്കാൻ വരെ ആളുകൾ തയ്യാറായിട്ടും അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് ഈ കമൽനാഥ് RVS മണിയോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ മൂത്രത്തിന്റെ കാര്യത്തിലും ഗോമൂത്രത്തിന്റെ കാര്യത്തിലുമൊക്കെ എക്സ്പേർട്ടുകളാണ് പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്കയുടെ സഹോദരനും എന്ന് തുടർച്ചയായി അവർ തെളിയിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസുകാരുടെ നിലവാരം രാഹുൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. വാർത്തയിലേക്ക്. രാജ്യത്തെ സർവകലാശാലകൾ അന്ധഭക്തരെ സൃഷ്ടിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം കൊള്ളയടിക്കലാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. So these are the three categories: student, idiot and andhbhakt who follows the idiot. Now വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടെന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. തന്നോട് ഒരു പെൺകുട്ടി സംസാരിച്ചപ്പോൾ നിങ്ങളെ ബഹുമാനമില്ലാത്തവരെന്ന് മുദ്ര കുത്തുന്നവരെ നിങ്ങൾ എന്ത് വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇഡിയറ്റ് എന്ന് മറുപടി നൽകിയെന്ന പരാമർശവും രാഹുലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇങ്ങനെ രാഹുൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. രാഹുൽ സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും നിരുത്തരവാദപരമായാണ് രാഹുൽ സംസാരിക്കുന്നതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. राहुल जी को सम्मान देते हैं, हम इज्जत से हम फिर से कहना चाहते हैं, आपने अन पार्लियामेंट्री वर्ड का इस्तेमाल किया, इसलिए हमारे यहाँ लोग उत्तेजित हुए हैं. अपने आप में तो नहीं हुए. और आपको मालूम है ये अन पार्लियामेंट्री एक्सप्रेशन तो हमने तो नहीं बनाया. ये जो यहाँ जितना शब्द लिखे हैं जो आप पार्लियामेंट में नहीं कह सकते हैं, ये नियम हमने नहीं बनाया. പരാമർശം പിൻവലിച്ച് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്ന ആവശ്യം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. രാഹുലിന്റെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. രാഹുലിന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. സഭയിലാണ് സംസാരിക്കുന്നതെന്ന് രാഹുൽ ഓർക്കണമെന്ന പരാമർശം ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പ്രതിപക്ഷ നേതാവിന്റെ നിരുത്തരവാദ സമീപനം തുറന്നുകാട്ടിയാണ് ഭരണപക്ഷാംഗങ്ങൾ സഭയിൽ പ്രതിഷേധിച്ചത്. ജനം, ഡൽഹി.